ഹായ്, മിലിയ ആർട്ട് ആൻഡ് ഫാഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും ഒരു അസോർട്ടഡ് ജ്വല്ലറി കളക്ഷനായിട്ടാണ് വന്നിട്ടുള്ളത്. മാല, വള, കമ്മലിൻ്റെയൊക്കെ ഒരു അടിപൊളി കളക്ഷനാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്കത് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. ഇന്ന് നമുക്ക് ആദ്യം തന്നെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള മാല കണ്ടു തുടങ്ങാം. യൂഷ്വലി കാണാറുള്ള പാലക്ക ഡിസൈനിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു ഡിഫറെൻറ്റ് പാറ്റേണിൽ വന്നിട്ടുള്ള ഒരു ട്രഡീഷണൽ മാലയാണ്. ബ്ലൂ സ്റ്റോൺ വർക്കാണ് വന്നിട്ടുള്ളത്. അടുത്ത നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനർ നെക്ലസ് സെറ്റാണ്. സെയിം ഡിസൈനിൽ വന്നിട്ടുള്ള ഒരു നെക്ക് പീസും ഇയർ റിംഗ് കൂടി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബ്ലൂ കളർ, ഒരു നേവി ബ്ലൂ ഷെയ്ഡിലുള്ള AD സ്റ്റോണിൻ്റെ വർക്കാണ് ഈ ഒരു നെക്ക് പീസിലും ഇയർ റിങ്ങിലും വന്നിട്ടുള്ളത്. അടുത്തത് ബീഡ്സിൻ്റെ സിംഗിൾ ലെയർഡ് ആയിട്ടുള്ള ചെയിനുകളാണ്. ഈ മുത്തുകൾ കൊണ്ടുള്ള മാല ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ ഒരു മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള പല ഷെയ്ഡിലുള്ള ബീഡ്സ് വെച്ചിട്ടുള്ള മാലകളാണ് ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഒരു ബ്ലാക്ക് ബീഡ്സിൻ്റെ വർക്ക് വന്നിട്ടുള്ളത്. സെക്കൻഡ് ഇപ്പോൾ കണ്ട ഒരു ഗ്രീൻ ഷെയ്ഡ്. തേർഡ് വൺ ഈ ഒരു ബ്രൈറ്റ് റെഡ് ഷെയ്ഡിലുള്ള ബീഡ്സിൻ്റെ വർക്കും. ആൻഡ് ഫോർത്ത് വൺ കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ട് തോന്നിക്കുന്ന വൈറ്റ് ബീഡ്സ് കൊണ്ടുള്ള ഒരു മാലയാണ്. അടുത്തതും ഒരു ബീഡ്സ് ജ്വല്ലറി ഐറ്റം തന്നെയാണ്. അടിപൊളി പേസ്റ്റൽ ഷെയ്ഡ്സിൽ കൊണ്ടുവന്നിട്ടുള്ള ഇലാസ്റ്റിക് ആയിട്ടുള്ള നല്ല സ്റ്റൈലിഷ് ബ്രേസ്ലെറ്റുകളാണ് ഇതെല്ലാം. കുറച്ച് വലുപ്പത്തിലുള്ള ഡിഫറെൻറ്റ് പേസ്റ്റൽ ഷെയ്ഡ്സിലുള്ള മുത്തുകൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന നല്ല ഇലാസ്റ്റിക് ആയിട്ടുള്ള ബ്രേസ്ലെറ്റുകളാണ് ഇതെല്ലാം. ഡിഫറെൻറ്റ് പാറ്റേൺസിലുള്ള ഹാങ്ങിങ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ഈ ബ്രേസ്ലെറ്റുകൾ വന്നിട്ടുള്ളത്. അടുത്തത് നമുക്കിനി കുറച്ച് ഇയർ റിങ്സ് കണ്ടു നോക്കാം. ഫസ്റ്റ് വൺ ഒരു ജുംക്കയാണ്. ഒരു മൾട്ടി കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. മെറൂണിഷ് ആൻഡ് ഗ്രീൻ കളേർഡ് ആയിട്ടുള്ള സ്റ്റോൺസിൻ്റെയും ഷുഗർ ബീഡ്സിൻ്റെ ഒക്കെ വർക്ക് വന്നിരിക്കുന്ന ഒരു ജുംക്കയാണ്. അടുത്തതും ഈ ഒരു സെയിം കളർ കോമ്പിനേഷനിൽ തന്നെ വന്നിട്ടുള്ള ഒരു ജുംക്കയാണ്. കുറച്ച് വലിപ്പത്തിൽ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ജുംക്കയാണ് ഇത്. ഇത് നമ്മുടെ ഒരു ടെമ്പിൾ ജ്വല്ലറി സ്റ്റൈലിൽ വന്നിട്ടുള്ള ഒരു പീകോക്ക് ഡിസൈനിൽ വന്നിട്ടുള്ള ഇയർ റിംഗ് ആണ്. നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കും വൈറ്റ് ബീഡ്സിൻ്റെ വർക്കൊക്കെ വന്നിട്ടുള്ള ഒരു കുറച്ച് ഹാങ്ങിങ് ആയിട്ട് കിടക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഇയർ റിംഗ് ആണ് ഇത്. അടുത്തതും നല്ല സ്റ്റോൺ വർക്കൊക്കെ വന്നിട്ടുള്ള കുറച്ച് അടിപൊളി ഹാങ്ങിങ് ടൈപ്പ് ഇയർ റിങ്സ് ആണ്. നല്ല തിക്ലി ബാക്ക്ഡ് ആയിട്ടുള്ള AD സ്റ്റോൺസിൻ്റെ വർക്കാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ 2 ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ഫസ്റ്റ് വൺ ഈ ഒരു വൈറ്റ് ഷെയ്ഡും ആൻഡ് സെക്കൻഡ് വൺ ഒരു റൂബി റെഡ് ഷെയ്ഡും. അടുത്തതും AD സ്റ്റോൺസിൻ്റെ വർക്ക് വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെറിയ ഇയർ റിങ്സ് ആണ്. ഇതിൻ്റെ 3 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ വൈറ്റ് സ്റ്റോൺ വർക്ക് മാത്രമുള്ളത്. സെക്കൻഡ് വൺ വൈറ്റ് ആൻഡ് റെഡ് സ്റ്റോൺസിൻ്റെ കോമ്പിനേഷൻ. ആൻഡ് തേർഡ് വൺ വൈറ്റ് ആൻഡ് ഒരു നേവി ബ്ലൂ സ്റ്റോണിൻ്റെ വർക്ക് വരുന്നതും. അടുത്തത് കുറച്ച് ബ്രേസ്ലെറ്റ്സ് ആണ്. ഈ ഒരു ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. 3-4 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ഒരു ഓവൽ ഷേപ്പിലാണ് സ്റ്റോൺസ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. 4 ഡിഫറെൻറ്റ് ഷെയ്ഡ്സാണ് നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. റെഡിൻ്റെ തന്നെ 2 ഡിഫറെൻറ്റ് ഷെയ്ഡ്സും എമറാൾഡ് ഗ്രീൻ ഷെയ്ഡും പിന്നെ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡും. അടുത്തത് കുറച്ച് വളകളാണ്. സ്റ്റോൺ വർക്കോ ബീഡ്സോ ഒന്നും വന്നിട്ടില്ലാത്ത വളരെ സിമ്പിളായിട്ടുള്ള ഡെയിലി യൂസിന് പറ്റുന്ന ടൈപ്പ് ഓഫ് വളകളാണ് ഇതൊക്കെ. സിമ്പിൾ ഗോൾഡ് പ്ലേറ്റിങ് മാത്രമാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇതിലെല്ലാം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പാറ്റേൺസ് അല്ലെങ്കിൽ സെൽഫ് ഡിസൈൻ പോയിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു 3 ഡിഫറെൻറ്റ് ഡിസൈൻസിലുള്ള ഡെയിലി യൂസിന് പറ്റുന്ന വളകളാണ് ഇതൊക്കെ. നല്ല കെയർ ചെയ്ത് യൂസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. വീതി കുറഞ്ഞ വളകളുമാണ് എല്ലാം. ഓരോന്നും അടുത്ത് കണ്ടു നോക്കാം. ഇത് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ലക്ഷ്മി കാശ് വളയാണ്. ഈ ഒരു ഡിസൈൻ നമ്മൾ കൂടുതലും കാണാറുള്ളത് കുറച്ച് വീതിയുള്ള അല്ലെങ്കിൽ തടവളകൾ പോലുള്ളതിലാണ്. പക്ഷേ ഇത് നല്ല വീതി കുറഞ്ഞിട്ടുള്ള വളകളാണ്. അടുത്തത് ഫങ്ഷൻസിനൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള
സ്റ്റോൺ വർക്കൊക്കെ വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനർ വളയാണ്. നല്ല ഫിനിഷിങ്ങോട് കൂടിയ സ്റ്റോൺ വർക്കാണ് വന്നിട്ടുള്ളത്. AD സ്റ്റോൺസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. 3 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ഫസ്റ്റ് വൺ ഈ ഒരു വൈറ്റ് സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ളത്, സെക്കൻഡ് വൺ റൂബി റെഡ് ഷെയ്ഡ്, ആൻഡ് തേർഡ് വൺ റെഡ് ആൻഡ് എമറാൾഡ് ഗ്രീൻ സ്റ്റോൺസിൻ്റെ ഒരു കോമ്പിനേഷനും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻ. ഇതെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യേണ്ടുന്ന ഐറ്റത്തിൻ്റെ സ്ക്രീൻഷോട്ട് 9074618360 എന്നുള്ള ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്താൽ മാത്രം മതി. ഇഷ്ടപ്പെട്ട പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാനും ഓർഡർ പ്ലേസ് ചെയ്യാനും മിലിയ ഫാഷൻ എന്നുള്ള ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ത്രൂവും നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ എല്ലാ ക്വയറീസിനും ഓർഡേഴ്സിനും കഴിയുന്നത്ര ഫാസ്റ്റായിട്ട് തന്നെ ഞങ്ങൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇനി നമ്മുടെ റിട്ടേൺ പോളിസി വരുന്നത് റോങ് പ്രൊഡക്റ്റ് റിസീവ്ഡ് അല്ലെങ്കിൽ ഡാമേജ്ഡ് പ്രൊഡക്റ്റ് റിസീവ്ഡ് ഈ 2 കേസസിൽ മാത്രമാണ് നമ്മൾ റിട്ടേൺ അവൈലബിൾ ആക്കാറുള്ളൂ. പ്രൊഡക്റ്റ് റിസീവ് ചെയ്ത് മാക്സിമം 7 ഡേയ്സിനുള്ളിൽ മാത്രമാണ് നിങ്ങൾക്ക് റിട്ടേൺ പ്ലേസ് ചെയ്യാൻ സാധിക്കുക. പ്രൊഡക്റ്റിൻ്റെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു അൺപാക്കിംഗ് ഓർ അൺബോക്സിംഗ് വീഡിയോ മസ്റ്റാണ്. അതുകൊണ്ട് തന്നെ റിട്ടേൺ പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് റിസീവ് ചെയ്ത് മാക്സിമം 7 ഡേയ്സിനുള്ളിൽ അതിൻ്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള അൺപാക്കിംഗ് വീഡിയോ ഈ സെയിം വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്താൽ മതിയാവും. വാട്സപ്പ് ചെയ്യേണ്ടുന്ന നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റിട്ടേൺ പോളിസി വരുന്നത്. നമ്മുടെ ഇന്നത്തെ ഈ കളക്ഷനൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പം എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, ഒപ്പം കമൻറ്റും ചെയ്യുക. ഞങ്ങളുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. ബൈ.